രാജ്യതലസ്ഥാനത്തെ മൂടി കനത്ത പുകമഞ്ഞ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കനത്ത പുകമഞ്ഞ് മൂടിയതോടെ രാജ്യതലസ്ഥാനത്തെ വായു ഗുണനിലവാരം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ഡൽഹിയിലും നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവയുടെ പരിസര പ്രദേശങ്ങളിലുമാണ് കനത്ത പുകമഞ്ഞ് രൂപപ്പെട്ടത്. മലിനീകരണം രൂക്ഷമായതോടെ വിമാനങ്ങൾ വഴിതിരിച്ചു വെട്ടിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാവിലെ 7 മണി മുതൽ 6 വിമാനങ്ങൾ ജയ്പൂരിലേക്കും 1 ലക്നൌവിലേക്കും ഉൾപ്പെടെ 10 വിമാനങ്ങളാണ് വഴിതിരിച്ചു വിട്ടത്. രാവിലെ 8:30യോടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദൂരക്കാഴ്ചയും മോശമായതോടെയാണ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള തീരുമാനമെടുത്തത്. വായു നിലവാരം മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ 5:30യോടെ തന്നെ കനത്ത പുകമഞ്ഞ് രൂപപ്പെട്ടിരുന്നു. മൂടൽമഞ്ഞ് 3 ദിവസത്തേക്കെങ്കിലും തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഡൽഹിയിലെ വായു ഗുണനിലവാരം കഴിഞ്ഞ കുറെ ആഴ്ചകളായി അതീവ ഗുരുതരാവസ്ഥയിലാണ്. വായു ഗുണനിലവാര സൂചിക പലപ്പോഴും 400 കടന്നതോടെ അതിഗുരുതര വിഭാഗത്തിലാണ് ഡൽഹി ഇപ്പോൾ. ഡൽഹിയിൽ കഴിഞ്ഞ 2 ആഴ്ചയോളം വായു നിലവാര സൂചിക വളരെ മോശം നിലയിലായിരുന്നു. പഞ്ചാബിലും പരിസരത്തും വൈക്കോൽ കത്തിക്കൽ മൂലമുണ്ടാകുന്ന വായു മലിനീകരണത്തിന് പുറമെ ദീപാവലി സമയത്തെ പടക്കം പൊട്ടിക്കലും കൂടി ആയപ്പോഴാണ് ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഗ്യാസ് ചേംബറായി മാറിയത്. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കടക്കുന്ന നവംബറിൽ വായു മലിനീകരണം കൂടിയായപ്പോൾ ഡൽഹിയിലെ ജനജീവിതം കടുത്ത ബുദ്ധിമുട്ടിലാണ്.